വന്നവൻ ആരാണ് നിന്റെ എന്നാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. കുത്തി കുത്തി ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലാവാണ് എന്തൊക്കെയോ കാര്യങ്ങൾ ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയാട്ടോ. അപ്പോൾ ശരിക്കും ഈ കുഞ്ഞിരാമൻ മേനോൻ നിന്റെ ആരാണ് എന്ന് ചോദിക്കുമ്പം അലീന അങ്ങനെ പിന്നെ പറഞ്ഞു പോവാണ് മുത്തശ്ശൻ എന്ന് പറയാട്ടോ. അപ്പം ബാലചന്ദ്രൻ അതെ മുത്തച്ഛൻ, എങ്ങനെ മുത്തച്ഛനായി? വെറുതെ മുത്തച്ഛൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അച്ഛനായിരിക്കണമല്ലോ എന്നും പറയാട്ടോ. അപ്പം എന്ത് മറുപടി പറയണമെന്നറിയാതെ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അലീന. ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അലീന. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സ്വന്തം അമ്മയുടെ അച്ഛനെ മുത്തശ്ശൻ എന്നല്ലാതെ പിന്നെ എന്ത് പറഞ്ഞാണല്ലേ പരിചയപ്പെടുത്തുക എന്ന് ചോദിക്കുമ്പം അലീന ആകെ ഷോക്കായിട്ട് ബാലചന്ദ്രനെ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ ആ ഒരു ഭാവഭേദവും ഇല്ലാതെ ഇങ്ങനെ അലീനയെ തന്നെ നോക്കിക്കണം. അലീനയ്ക്കാണെങ്കിൽ ഒരുപാട് സങ്കടമാണോ സന്തോഷമാണോ ഒരുപാട് വിഷമം, ഇതൊക്കെ ഇനിയിപ്പോൾ എല്ലാം തീർന്നു എന്നുള്ള ഒരു മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് അലീന. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സ്വന്തം അമ്മയുടെ അച്ഛനെയല്ലേ നമ്മൾ മുത്തശ്ശൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ്റെ അച്ഛനെയാണ് നമ്മൾ മുത്തശ്ശൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു ബന്ധം നമ്മൾ തമ്മിൽ എന്താണെങ്കിലും ഇല്ല. നീ മുത്തശ്ശൻ എന്ന് വിളിക്കുന്നത് വൈജയുടെ അച്ഛനെയാണ്. അപ്പോൾ വൈജ നിന്റെ അമ്മയാണോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അലീന എന്ത് മറുപടി പറയണമെന്നറിയാതെ ഇങ്ങനെ തകർന്ന് നിൽക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സ്വന്തം അമ്മയുടെ അച്ഛനെ പിന്നെ മുത്തശ്ശൻ എന്നല്ലാതെ വേറെ എന്താണ് വിളിക്കുക അല്ലേ എന്ന് പറയണേ. അതുകൂടി കേട്ടപ്പോൾ അലീനയ്ക്ക് കാര്യം മൊത്തം മനസ്സിലാവാണ്. ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അലീനയോട് ഇങ്ങനെ ബാലചന്ദ്രൻ പിന്നീട് സംസാരിക്കുന്നുണ്ട്, നീ ഇത്രയും നാളും നിങ്ങളൊക്കെ അന്വേഷിച്ച് നടന്നില്ല എന്താണ് എൻ്റെ സ്വഭാവത്തിന് കാരണമെന്ന്, ഇതാണ് കാരണം എന്ന് പറയണം. അപ്പോൾ അലീന സംശയത്തോട് കൂടിയിട്ട് നോക്കുമ്പോൾ, ഇനി നീ എന്നെ അങ്ങനെ നോക്കണ്ട, എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലായി എന്ന് നിനക്കും മനസ്സിലായല്ലോ, അത് തന്നെ കാരണം. വൈജയ്ക്ക് വിവാഹത്തിന് മുൻപ് ജനിച്ച മകളാണ് നീ എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. അത് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് എന്നുകൂടി നിനക്ക് അറിയണ്ടേ എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടിയുടെ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആ കാര്യം അങ്ങനെ അത് വഴിയാണ് അറിഞ്ഞത് എന്ന് പറയായിരിക്കും ചെയ്യുന്നത് കേട്ടോ. രണ്ടൊരു കാര്യമുണ്ട്. അപ്പോൾ അലീന ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് അലീനയെ മനസ്സിലാക്കണം. അപ്പോൾ ഇനി ഒരു മറുപടി അങ്ങോട്ടേക്ക് ഇല്ലല്ലോ, ഇനിയിപ്പോൾ എന്താണ് ഇതിനെ പറയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഇതിൽ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം നീ ഇതിൻ്റെ ബലിയാടാണ്. ഞാനും അതെ, നമ്മൾ രണ്ടുപേരും ഇതിൽ പെട്ടുപോയതാണ്, ചതിക്കപ്പെട്ടവരാണ് നമ്മൾ രണ്ടുപേരും. ഇനി നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണം, നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് നീങ്ങണം എന്ന് പറയാട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ ഒരു വിഷമത്തോട് കൂടിയിട്ട് ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് യാതൊരു വിരോധവും ഇല്ല, നിന്നെ ഞാൻ എൻ്റെ മകളായിട്ടാണ് കാണുന്നത്, നീ എനിക്ക് മകള് തന്നെയാണ്, എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യവും ഇല്ല, നീ എൻ്റെ പെറ്റാണ്, അത്രയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്,